മത്തങ്ങ കൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 1.5 കിലോ തൂക്കം വരുന്ന മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഒന്ന് പ്രഷർ കുക്ക് ചെയ്യുക. വെള്ളം അധികം വേണ്ട. എക്സ്ട്രാ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് മത്തങ്ങ നല്ലപോലെ ഉടച്ചെടുക്കുക. ചിലപ്പോൾ വേവാതെ എന്തെങ്കിലും കഷ്ണമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും തവി വെച്ചിട്ടോ മറ്റു രീതിയിലോ ഉടച്ച് അതിനെ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു അര കിലോക്കാളും കുറച്ചുകൂടി കൂടുതൽ ശർക്കര എടുത്തിട്ട് പാനിയാക്കി അത് നമ്മൾ പാകം ചെയ്യേണ്ട ഉരുളിയിലേക്ക് അരിച്ചൊഴിക്കുക. കരടുണ്ടാവും അതുകൊണ്ട് നല്ലപോലെ അരിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള മത്തങ്ങ ഉണ്ടല്ലോ അത് ചേർക്കുക. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല. അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് നല്ല പോലെ കുറുക്കിയെടുക്കുക. കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ്, പക്ഷേ ആ എടുക്കുന്ന സമയത്തിന് നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റം കിട്ടും. സ്റ്റവ് ഓൺ ചെയ്ത് നമ്മൾ കുറുക്കിയെടുക്കുകയാണ്. സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതൊക്കെ ഇതിലേക്ക് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് തട്ടിയിടുക. നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 മുറി തേങ്ങയുടെ പാല്, 1.5 മുറി തേങ്ങാപ്പാൽ നല്ലപോലെ ഇളക്കി ഇതാക്കുന്നുണ്ട്. അതിന് ശേഷം ഈ 1.5 മുറി തേങ്ങാപ്പാൽ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കലക്കിയെടുത്തത് അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. തേങ്ങാപ്പാൽ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ച് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. അതിലേക്ക് വേണ്ട പൊട്ടി വരുന്നുണ്ടോ, അതിന് കൂടുതൽ പൊട്ടി നല്ല പോലെ വരട്ടിയെടുക്കണം. സമയം കുറച്ച് പിടിക്കും, അത് നിങ്ങൾ കണക്കിലെടുക്കണ്ട. നമ്മളിവിടെ ചെറിയ തവിയാണ് എടുത്തിട്ടുള്ളത്, ടേബിൾ സ്പൂണിന് പകരം. പക്ഷെ അളവ് ഏതാണ്ട് കറക്റ്റാണ്, അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കുക. ഒരിക്കലും കൈ അധികം നേരം മാറ്റി വയ്ക്കരുത്, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിച്ച് കരിയാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇളക്കൽ. വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം കുറച്ചിട്ടുണ്ട്, എങ്കിലും ആ ഒരു ഇത് പാകപ്പെടുന്നതിൻ്റെ പല പല ഘട്ടങ്ങളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക.
ഇനി നമ്മൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ച പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽവ അത്യാവശ്യം റെഡി ആയിട്ട് വരുന്നുണ്ട്, കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇനിയും ഇളക്കേണ്ടിയിരിക്കുന്നു. ഉരുളിയിൽ നിന്ന് നമുക്കത് വിട്ട് കിട്ടണം. അപ്പം അതുവരെ നമ്മൾ ഇളക്കണം. ഇപ്പോൾ ഈ ചേർത്ത പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഇപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും മുന്തിരിയും ഉണക്കമുന്തിരിയും വറുത്തെടുക്കാം. പായസത്തിനൊക്കെ വറുത്ത് കോരുന്ന പോലെ നെയ്യിൽ വറുത്ത് കോരാം. തേങ്ങാക്കൊത്ത് കുറച്ച് അധികം ഉണ്ടായാൽ കുറച്ചുകൂടി സ്വാദാണ്. ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം. ഇതാ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത്, മുന്തിരി ഇതെല്ലാം നമ്മൾ ആ ഹൽവയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കി ഈ ഐറ്റംസ് എല്ലാം അതിൽ നല്ലപോലെ മിക്സ് ആക്കുക. നല്ലപോലെ ഇളക്കിയെടുക്കുക.
ദാ ഇതാണ് നമ്മുടെ ഹൽവയുടെ പരുവം. പാത്രത്തിലിങ്ങനെ ഓടി നടക്കും. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു മോൾഡിലേക്ക് മാറ്റാം. നമുക്കിവിടെ മോൾഡൊന്നും അവൈലബിൾ അല്ല, നമുക്ക് ചോറുണ്ണുന്ന പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത് പകർത്തിയെടുക്കുകയാണ്. അതാണ് നമ്മുടെ മോൾഡ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് യൂസ് ചെയ്യാം. നല്ലപോലെ തണുത്തതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഹൽവയാണ്. ട്രൈ ചെയ്യുക, അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു.